കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 2. കട്ടിലിനടിയിൽ കിടക്കുന്ന വെട്ടുകത്തിയെ അവൻ സംശയത്തോടെ നോക്കി. അടുക്കളയിലുള്ള സാധനങ്ങളുടെ സ്ഥാനം കിടപ്പുമുറിയിലും എത്തിയോ എന്ന ആശ്ചര്യത്തിൽ അവൻ കുഞ്ഞാറ്റയോടൊന്ന് കണ്ണിറുക്കി കാണിച്ചു. കല്ലു, കല്ലു. അവൻ വളരെ സൗമ്യമായി കുഞ്ഞാറ്റയും കൈകളിലെടുത്തുകൊണ്ട് അവളെ വിളിച്ച് അവിടെയെല്ലാം നടന്നു തുടങ്ങി. കുളി കഴിഞ്ഞ് ടവൽ തലമുടിയിൽ ചുറ്റിക്കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വരുന്ന കല്ലുവിനെ കണ്ടപ്പോൾ അവൻ വാതിലിനരികിൽ ഒന്ന് പതുങ്ങി നിന്നു. കുഞ്ഞാറ്റയോടവൻ ശബ്ദമുണ്ടാക്കല്ലേ എന്ന ഭാവത്തിൽ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചു കാണിച്ചു. ഒന്നും മനസ്സിലാകാതെ ഒരു കള്ളപ്പുഞ്ചിരിയിൽ അവൾ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. രാവിലത്തെ ജോലികൾ തീർക്കാനുള്ള തത്രപ്പാടിൽ കല്ലു അടുക്കളയിലേക്ക് കയറി വന്നതും അവൻ പെട്ടെന്ന് മുന്നിലേക്ക് ചാടി വീണതും ഒരുമിച്ചായിരുന്നു. പറ്റിച്ചേ! അവൾ ഒരു ഞെട്ടലോടെ പേടിച്ചുകൊണ്ട് പിറകിലേക്ക് ചാടി. എൻ്റെ അമ്മേ! കല്ലുവിൻ്റെ ചാട്ടം കണ്ടപ്പോൾ അവൻ നിന്ന് ചിരിക്കാൻ തുടങ്ങി. അയ്യേ, കുഞ്ഞാറ്റയെ നോക്ക്, നിന്റെ അമ്മയ്ക്ക് തീരെ ധൈര്യമല്ലാട്ടോ. തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന കണ്ണനെ കണ്ടതും അവൾക്ക് തലേന്ന് രാത്രിയിൽ തോന്നിയ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് തീർക്കാനുള്ള ശ്രമത്തിൽ അവളുടെ കയ്യകലത്തിൽ കിട്ടിയ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് അതിലെ അരിമാവെടുത്ത് അവൻ്റെ മുഖത്തേക്ക് തേച്ചു വെച്ചു. മുഖത്ത് പറ്റിപ്പിടിച്ച പുളിച്ച മാവിൻ്റെ രുചി അവൻ നാവുകൊണ്ട് വെറുതെയൊന്ന് നുണഞ്ഞു നോക്കി. അവളെ ഒരു നോട്ടം നോക്കിക്കൊണ്ടവൻ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അവൻ അവിടെ നിന്നും പോയതും കല്ല് വേഗത്തിൽ പിന്നീട് അവളുടെ ജോലികളിൽ ഏർപ്പെടാൻ തുടങ്ങി. കുറച്ചു നേരത്തിനു ശേഷം അവൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിറകിൽ നിന്നും അവളുടെ മുൻപിലേക്ക് ഒരു കത്തി നീട്ടിക്കൊണ്ടവൻ ചോദിച്ചു. എന്താ കല്ലു, ഇതൊക്കെ വെക്കേണ്ട സ്ഥലം അടുക്കളയല്ലേ? കുറച്ചു മുമ്പ് എൻ്റെ കാലിത് തട്ടി മുറിഞ്ഞേനേലോ. സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ ഇതൊക്കെ? ബെഡ്റൂമിലാണോ ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്നത്? അവൻ വളരെ സ്നേഹത്തോടെ അവളെ ഉപദേശിക്കും വിധത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എന്തിനാ ഇതെടുത്തോണ്ട് വന്നത്? ഇതിരിക്കേണ്ടത് അവിടെ തന്നെയാ. ഈ വീട്ടിൽ പകലും രാത്രിയുമെല്ലാം ഞാനും എൻ്റെ കുഞ്ഞും തനിച്ചാണ്. പകല് പോട്ടേന്ന് വെക്കാം, രാത്രിയോ? പാതിരാത്രി വീട്ടിലേക്ക് ബോധമില്ലാതെ കയറി വരുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ ഏതു ഭാര്യമാരും എങ്ങനെയാ സമാധാനത്തിലൊന്ന് കിടന്നുറങ്ങുക? എന്നെപ്പോലുള്ളവർ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് പേടിച്ചിട്ടാ. കുടുംബത്തിലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടിനുണ്ടായിരുന്നു. എന്നാലിപ്പോൾ അതെല്ലാം മാറിയില്ലേ? അതൊന്നും മനസ്സിലാക്കാതെ കൂട്ടുകാരോടൊന്നിച്ച് കള്ളുപിടിച്ച് സമയം ചെലവാക്കുന്ന കണ്ണേട്ടനെ പോലുള്ളവർക്കൊക്കെ എൻ്റെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് സങ്കടങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ നിന്നുകൊണ്ടവൻ ചെവിയിൽ വിരലുകൊണ്ട് ഇട്ടിളക്കി തുടങ്ങി. തുടങ്ങി. രാവിലെ തന്നെ ഉപദേശിക്കാനാണോ കല്ലു നിന്റെ പുറപ്പാട്? ഇതൊന്നും സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ നീ എനിക്ക് സ്വൈര്യം തരില്ലെന്ന് വെച്ചാ ദേ, ഞാൻ പിന്നെ എവിടേക്കെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോയിക്കളയും. ഇല്ല, ഞാനൊന്നും പറയണില്ല. എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ കണ്ണേട്ടിനൊട്ടും സമയമില്ലല്ലോ. കൂട്ടുകാരോടൊത്ത് കറങ്ങാനും ചെലവഴിക്കാനും ഒത്തിരി സമയമുണ്ടല്ലോ, അത് മതി. അവൾ ആ അരിശം മുഴുവൻ ചുടുന്ന ദോശയിൽ തീർത്തുകൊണ്ടത് പരത്തിയെടുത്തു. ചുടുന്ന ദോശയുടെയും ചട്ടിയിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്ന കടുകിൻ്റെയും ശബ്ദമല്ലാതെ പിന്നീട് അവിടെയൊന്നും കേട്ടതേയില്ല. രാവിലെ ഉറക്കമുണരുന്ന കണ്ണനിഷ്ടം ഉപദേശം പറയാതെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭാര്യയെയാണ്. എങ്കിൽ അവൻ ചെയ്യുന്ന കാര്യത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ ആത്മാർത്ഥത പുലർത്താൻ അവൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഡിഗ്രി പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ ഒപ്പം കടയിൽ നിൽക്കാം എന്ന മാർഗമായിരുന്നു അവൻ്റെ തീരുമാനങ്ങളിൽ ആദ്യത്തേത്. കടയിൽ മര്യാദയ്ക്ക് നിൽക്കാൻ മാത്രമല്ല, ക്ഷമയെന്ന രണ്ടക്ഷരം അവൻ്റെ സ്വഭാവത്തിൽ തീരെ നിഴലിക്കാത്തതുകൊണ്ട് അവനെ അവിടെ നിർത്തുന്നത് കടയുടെ നിലനിൽപ്പിന് തന്നെ ദോഷമാകുമെന്ന് കരുതി ശ്രീധരൻ അവനെ കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ അതിനുള്ള അവൻ്റെ മറുപടി മറ്റൊന്നായിരുന്നു. സ്ഥിരമായി ഒരിടത്തും ജോലി ചെയ്യുന്നത് അവന് താല്പര്യമില്ലെന്ന തുറന്നു പറച്ചിൽ ശ്രീധരനെ മറ്റൊരു മാർഗത്തിലേക്ക് നയിക്കാനിടയാക്കി. സ്വന്തമായൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ അത് ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നത് അവൻ്റെ ബോറടി മാറ്റിക്കൊടുക്കുമെന്ന് അദ്ദേഹം വെറുതെ മനസ്സിൽ കണക്കുകൂട്ടി. എന്നാൽ ഏതൊരാവശ്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തെത്താത്ത ഒരു പേരുകേട്ട ഓട്ടോറിക്ഷക്കാരനായി അവൻ വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വണ്ടി കൂട്ടുകാരുടെ സേവനത്തിനും കറക്കത്തിനും ഉപയോഗിക്കാനായിരുന്നു അവന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. മകൻ്റെ ധാരാളിത്തവും ഉത്തരവാദിത്വമില്ലായ്മയും കണ്ടു തഴമ്പിച്ച അദ്ദേഹം അവനെ വിവാഹം കഴിപ്പിക്കാമെന്ന മറ്റൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചു. കുടുംബനാഥനായാൽ അവൻ്റെ എല്ലാ ശീലങ്ങളും ശരിയാകുമെന്ന് പാവം സുമാമ്മയും വെറുതെ മോഹിച്ചു. അതിൻ്റെ ഫലമായി ശ്രീധരൻ നായരുടെ സ്വന്തം സഹോദരി പുത്രിയായ കല്യാണിയെ കൊണ്ട് തന്നെ ആ കർമ്മം അവർ ഭംഗിയായി നിർവഹിച്ചു. കുഞ്ഞിലെ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ കല്ലുവിൻ്റെ ഏക ആശ്രയവും ആശ്വാസവും അമ്മാവനായ ശ്രീധരനും സുമയമ്മായിയുമായിരുന്നു. കല്ലുവെന്ന മരുമകൾ വന്നു വലതുകാലം എടുത്തു വെച്ചത് പുത്തൻ വളപ്പെന്ന വീടിനും വീട്ടുകാർക്കും ഐശ്വര്യവും സന്തോഷവുമായിരുന്നു.
എന്നാൽ കണ്ണൻ എന്ന വ്യക്തിയിൽ മാത്രം ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആ കർമ്മം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല എന്നതാണ് സത്യം. വിവാഹം കഴിഞ്ഞു 1 വർഷത്തിനു ശേഷം കുഞ്ഞാറ്റ എന്ന ഒരു മാലാഖ കുഞ്ഞും അവർക്കിടയിൽ അവിടെ പിറന്നു വീണു. മകനിൽ നിന്ന് ഭർത്താവിലേക്ക് മാറിയിട്ടോ ഭർത്താവിൽ നിന്നും ഒരച്ഛനിലേക്ക് മാറിയിട്ടോ കണ്ണന്റെ ജീവിതത്തിലും ചിന്തയിലും യാതൊരു മാറ്റങ്ങളും പിതാവെന്ന ശ്രീധരൻ നായർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. മക്കളില്ലെന്ന ദുഃഖം പേറി ഏറെ നാൾ ജീവിതം തള്ളി നീക്കിയ ആ മാതാപിതാക്കൾക്ക് കണ്ണൻ എന്ന പുത്രനെ ദൈവത്തിന്റെ അനുഗ്രഹമായി ലഭിച്ചതിൽ അവർ ഏറെ ആനന്ദിച്ചിരുന്നു. എന്നാൽ അച്ഛൻ്റെ ചിന്തകൾക്ക് വിപരീതമായി മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിരുന്നു അവന് കൂടുതൽ ശ്രമിച്ചിരുന്നത്. വാർദ്ധക്യത്തിൽ തനിക്കൊരു താങ്ങും തണലുമാകുന്നവനാകും തൻ്റെ പ്രിയപുത്രനെന്ന അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും ഓരോന്നോരോന്നായി ആ മനസ്സിൽ നിന്നും അയാൾ അടർത്തി മാറ്റിക്കൊണ്ടേയിരുന്നു. നേർവഴിക്ക് നയിക്കാനായി ഉപദേശിക്കുമ്പോഴെല്ലാം അവനത് സ്വീകരിച്ചിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. പണമുണ്ടെങ്കിൽ അച്ഛൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കാമെന്ന ചിന്തകൾ അവനെ പല തെറ്റായ തീരുമാനങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിച്ചു. എല്ലാറ്റിനും പഴി കേൾക്കേണ്ടി വന്നതും പലരോടും മറുപടി പറയേണ്ടി വന്നതും അച്ഛനെന്ന ആ സാധു മനുഷ്യൻ മാത്രമായിരുന്നു. ശ്രീധരൻ നായരുടെ ഉപദേശത്തിൽ നിന്നും രക്ഷപ്പെടാൻ കണ്ണൻ ഒരേ ഒരു മാർഗമാണ് അടിസ്ഥാനമാക്കിയത്: പണം. പണമെന്ന മൂല്യത്തിൽ ആരെയും തളച്ചിടാമെന്ന ചിന്ത അവനിൽ ഉയർന്നു വരികയായിരുന്നു. തന്നെ നിരന്തരം വഴക്കു പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന അച്ഛൻ്റെ മുൻപിൽ കണ്ണൻ എന്ന വ്യക്തിയെ ഉയർത്തി കാണിക്കണമെന്ന് അവൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്ത അവനെ പല കുരുക്കുവഴികളിലും കൊണ്ടെത്തിച്ചു. ഒന്നിനെക്കുറിച്ചും വ്യക്തമായ അറിവില്ലാതെ അവൻ ചെയ്തു തുടങ്ങിയ പല ബിസിനസ്സുകളും 8 നിലയിൽ പൊട്ടി. ആളുകൾക്ക് ശ്രീധരൻ നായരോടുള്ള ബഹുമാനവും സ്നേഹവും കണക്കിലെടുത്ത് പലയിടത്തു നിന്നും കണ്ണൻ പണം പലിശയ്ക്ക് വാങ്ങിച്ചു. ബിസിനസിന്റെ പേരും പറഞ്ഞുകൊണ്ട് പലരും ആ മനുഷ്യനോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അവന് പണം നൽകുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും അവന് വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തലയ്ക്ക് മീതെ കടങ്ങൾ വന്ന് ചേരുകയും ചെയ്തു. ഒടുവിൽ കല്ലുവിന്റെ സങ്കടം സഹിക്കാതെ വയ്യാതായപ്പോൾ അയാൾ ഒരു വിധത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസം ഒന്ന് മാത്രമായിരുന്നു: എന്നെങ്കിലും ഒരു നാൾ അവനും ഒരു പണക്കാരനാകും. അധ്വാനിച്ചല്ല, ഭാഗ്യം അവനെയും തേടി വരുമെന്ന വിശ്വാസത്തിൽ. അന്ന് ഈ കണ്ണൻ ആരാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നൊരു ദിവസം വരും. ആ പ്രതീക്ഷയിലാണ് അവൻ ഇന്നും മുൻപോട്ട് നടന്നു നീങ്ങുന്നത്. എന്നാൽ ഇതിനിടയിൽ നടന്ന മറ്റൊരു പ്രധാന സംഭവമാണ് കണ്ണനെയും അച്ഛനെയും 2 ദിശകളിലേക്ക് തിരിച്ചുവിടാനിടയാക്കിയത്. മകനെന്ന കണ്ണനിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയതും ആ ഒരു കാരണം കൊണ്ട് കൂടിയായിരുന്നു. തലേദിവസം കയറി വന്ന പ്രകടനത്തിന്റെ ഭാഗിയായി കണ്ണൻ കല്ലുവിനെ മയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഉച്ചയ്ക്കുള്ള ഊണ് തയ്യാറാക്കാൻ അവളുടെ കൂടെ അവനും ചേർന്നു. ഗൗരവമെല്ലാം മാറ്റിവെച്ചവൻ വളരെ സ്നേഹത്തോടെ അവളുടെ അരികിൽ ചേർന്ന് നിന്നു. തേങ്ങ ചിരകിയും പാത്രം കഴുകിയും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴുകാതെ കുറെ പച്ചക്കറികൾ അരിഞ്ഞെടുത്തുകൊണ്ടവൻ അടുപ്പത്ത് കിടന്ന് തിളച്ചു മറിയുന്ന പാത്രത്തിലെ പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. അത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. താൻ ചെയ്തത് അബദ്ധമായോ എന്ന ഭാവത്തിൽ അവൻ ഒന്ന് ഇളിച്ചു കാണിച്ചു. കല്ലു അവൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് അടുപ്പത്തിരിക്കുന്ന പാത്രത്തെയും അവനെയും നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു: ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാവോ കണ്ണേട്ടാ. അവളുടെ യാചന കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അടുക്കളപ്പണിയിലും ചിലതൊക്കെ പഠിക്കാനുണ്ടെന്ന സത്യം. ഇനിയും നിന്നാൽ ഒരുപക്ഷെ അരിമാവ് മുഖത്ത് പൂശിയതുപോലെ തിളച്ച സാമ്പാർ എടുത്ത് തൻ്റെ തലയിൽ കൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് അവന് വ്യക്തമായി. ഇനി ഇവിടെ നിന്നും പതുക്കെ മുങ്ങിക്കളയാമെന്ന അർത്ഥത്തിൽ അവൻ മെല്ലെ പിൻവലിയാൻ തുടങ്ങി. തൻ്റെ പിണക്കം മാറ്റാനുള്ള ശ്രമത്തിലാണ് കണ്ണേട്ടൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് പിന്നിലൂടെ ചെന്നവനെ കെട്ടിപ്പിടിച്ചു. അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് ആ പുറത്തവൾ തലചായ്ച്ചു കിടന്നു. കുറച്ചുനേരം അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽപ്പ് തുടർന്നു. അവളുടെ ആ സ്നേഹത്തിൽ അലിഞ്ഞുകൊണ്ട് അവനും ഒരു നിമിഷം അവിടെ അങ്ങനെ നിന്നു. കണ്ണേട്ടാ, ഇനി ഇതുപോലെ ഒരിക്കലും കുടിച്ചു ബോധമില്ലാതെ കയറി വരരുത് കേട്ടോ. ഇല്ല, ഇനി ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല കല്ലു, ഉറപ്പ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ മുൻപിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ടവൻ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു: ഈ നെഞ്ചിൽ നീയും നമ്മുടെ മോളും മാത്രമേയുള്ളൂ കല്ലു. നിന്നെ ഞാൻ മനഃപൂർവ്വം വിഷമിപ്പിക്കുന്നതല്ല. ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇന്നലെ ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു പാർട്ടി നടത്തി. അതാ ഞാൻ വരാൻ ഇത്തിരി താമസിച്ചത്. സോറി കല്ലു, ഇനി ഉണ്ടാവില്ല. അവൻ്റെ ആ തുറന്നു പറച്ചിൽ അവളുടെ മനസ്സിനൊരല്പം ആശ്വാസം കൈവന്നതുപോലെ അനുഭവപ്പെട്ടു. ആ കണ്ണുകളിലേക്ക് നോക്കിക്കണ്ടവൾ ചോദിച്ചു: ഈ വാക്ക് ഞാൻ വിശ്വസിച്ചോട്ടെ കണ്ണേട്ടാ? അവൾ ഒരു ചെറിയ സംശയം ഉള്ളിൽ നിർത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു: ഉറപ്പാണടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളെ കെട്ടിപ്പിടിച്ചു.
അടുക്കളയിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ ആ സ്നേഹം നിറഞ്ഞു തുളുമ്പി. അതിനിടയിൽ ആരോ പുറത്തു നിന്നുകൊണ്ട് വിളിക്കാൻ തുടങ്ങിയിരുന്നു. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് കണ്ണന്റെ വീട് തന്നെയല്ലേ? പെട്ടെന്ന് പുറത്തു നിന്നാരോ വിളിക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ അവന്റെ കൈകളിൽ നിന്നും പെട്ടെന്ന് കുതറി മാറി. കണ്ണേട്ടാ, ആരോ പുറത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് ഒന്ന് ചെന്ന് നോക്കിയേ. തൻ്റെ മനസ്സിലെ പ്രണയം അവളുമായി പങ്കുവെക്കുന്നതിനിടയിലേക്ക് വന്നു കയറിയ കട്ടുറുമ്പാരെന്നറിയാനുള്ള താല്പര്യം അവന് തീരെ ഉണ്ടായിരുന്നില്ല. അവൻ മടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് വയ്യ പോയി നോക്കാൻ, നീ തന്നെ ചെല്ല്. വാടക ചോദിച്ചുകൊണ്ട് കയറി വന്ന ആ ഹാജിയാരെങ്ങാനും ആണെങ്കിൽ ഞാൻ ഇവിടെയില്ലെന്ന് പറഞ്ഞാൽ മതി. വേഗം ചെന്നോ. അവൻ അവളെ ഉന്തിത്തള്ളിക്കൊണ്ട് പുറത്തേക്ക് നീക്കിവിട്ടു. അവനെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ടവൾ പതുക്കെ വാതിൽ തുറന്നു നോക്കി. വാതിൽ തുറക്കുന്നത് നോക്കിക്കൊണ്ട് ഉമ്മറത്ത് തന്നെ നിൽക്കുന്ന വാസുമാമയെ കണ്ടപ്പോൾ അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. സന്തോഷം കൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്നു. വാസുമാമേ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി വരൂ. വരൂ. സംശയിച്ചു വന്ന വീടിതു തന്നെയാണെന്ന സന്തോഷത്തിൽ അയാൾ അവളുടെ തലയിൽ തടവിക്കൊണ്ട് ചോദിച്ചു. കല്ലു, സുഖല്ലേ മോളെ നിനക്ക്? ആ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു, സുഖം. അവൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. കസേരയിൽ ചിതറി വീണ് കിടക്കുന്ന ന്യൂസ് പേപ്പർ പെറുക്കിയെടുത്തുകൊണ്ടവൾ മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം അദ്ദേഹത്തോട് അവിടെ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചുകൊണ്ടയാൾ ആ കസേരയിൽ ഒന്ന് അമർന്നിരുന്നു. ഹാവൂ കല്ലുവേ, കുറച്ച് കഷ്ടപ്പെട്ടുട്ടോ ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ. എന്തിനാ കുട്ടി, അവിടെയുള്ള ആ സൗകര്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഈ പരിചയമില്ലാത്തിടത്ത് ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അച്ഛൻ്റെ സ്നേഹിതൻ എന്നതിനപ്പുറം വലിയൊരു സ്ഥാനം തന്നെ ആ മനുഷ്യന് കല്ലു എന്നും നൽകിയിട്ടുണ്ട്. അതുപോലെ തിരിച്ച് കല്ലുവിനെയും ഒരു മകളെപ്പോലെയായിരുന്നു വാസുവും കണ്ടിരുന്നത്. ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പുറത്ത് അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ അവൾക്കും കഴിഞ്ഞില്ല. ഒന്നും പറയാൻ കഴിയാതെ അവൾ കുറച്ചുനേരം മൗനമായി തല താഴ്ത്തി നിന്നു. അവളുടെ ആ മൗനത്തിനുള്ള നിൽപ്പിൽ നിന്നും അയാൾക്ക് ചിലതൊക്കെ ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. കണ്ണൻ്റെയും കല്ലുവിൻ്റെയും കഥയാണിത്. കൂടെ അവരോടൊപ്പം ചേർന്ന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും കാത്തിരിക്കണേ.